നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവെച്ച ചില വിവരങ്ങളിലേക്കൊന്ന് ആഴത്തിൽ നോക്കുകയാണ്. നമസ്കാരം. വിഷയം വരാൻ പോകുന്ന, അതായത് 2025 ഡിസംബറിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ്. അതെ. സാധാരണ ഒരു ലോക്കൽ ബോഡി ഇലക്ഷന് ഇത്ര നേരത്തെ ഒരു ശ്രദ്ധ കിട്ടുന്നത് കുറച്ച് അസാധാരണമാണല്ലേ? ശരിയാണ്. സാധാരണ ഇലക്ഷൻ അടുക്കുമ്പോഴാണ് ചൂടുപിടിക്കാറ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെടുമങ്ങാട് ഇലക്ഷൻ ഇപ്പോഴേ ഇത്ര ശ്രദ്ധ നേടുന്നത്? പിന്നെ ഈ ഡിജിറ്റൽ ലോകത്തിന് ഇതിലെന്താ പങ്ക്? ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായും. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അതായത് നല്ല ജനപങ്കാളിത്തം കാണും. അത് ശരിയാ. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വാശിയേറിയ മത്സരം. ലോകം മൊത്തമുള്ള മലയാളികളും ഇത് ശ്രദ്ധിക്കും. ശരിയാണ്. അപ്പോ നിങ്ങളുടെ ഈ വിവരങ്ങൾ പറയുന്ന പോലെ നെടുമങ്ങാട്ടെ പ്രധാന പാർട്ടികൾ അവർ ഈ മാസം തന്നെ പണി തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നുന്നാണ്. ഡിസംബറിലെ ഇലക്ഷന് ഇപ്പോ 1.5 വർഷത്തോളമില്ലേ? ഉണ്ട്. അപ്പോ ഇത്ര നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ കാണണം. അതെ, ആ ഒരു തീവ്രത അത് കേരളത്തിലെ ലോക്കൽ ഇലക്ഷനുകളുടെ ഒരു പ്രത്യേകതയാണ്. ശരിയാണ്. പക്ഷേ ഈ വിവരങ്ങളിൽ എടുത്തു പറയുന്ന വേറൊരു കാര്യം, ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലെ താൽപര്യം. ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയൊരു ഒരു ഗ്ലോബൽ ശ്രദ്ധ അതെന്തായിരിക്കും? നിങ്ങൾക്കും തോന്നാറില്ലേ നാട്ടിലെ ചെറിയ കാര്യങ്ങൾ അറിയാൻ ഒരു ഇത്? തീർച്ചയായും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മുടെ മലയാളികൾക്ക് നാടുമായുള്ളൊരു വൈകാരിക ബന്ധം അത് ഭയങ്കര സ്ട്രോങ് ആണ്. ശരിയാണ്. വിദേശത്താണെങ്കിലും ശരി, നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഒക്കെ പലരും സജീവമായിട്ട് ഇടപെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ഇലക്ഷൻസ് അത് പലപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു ചൂണ്ടുപലക കൂടിയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു മിനി അസംബ്ലി ഇലക്ഷൻ പോലെ അല്ലേ? ഏതാണ്ടത്. അപ്പോ രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും എല്ലാവരും ഒരുപോലെ നോക്കും. പിന്നെ നെടുമങ്ങാടിന്റെ കാര്യത്തിൽ അവിടുത്തെ ചിലപ്പോ തനതായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ താൽപര്യത്തിന് പിന്നിലുണ്ടാകാം. അതും ഈ കിട്ടിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശരി. അപ്പോൾ ഈ ആഗോള താൽപര്യവും ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗവും ഒന്നിക്കുമ്പോഴുള്ള ഒരു സംഭവമാണല്ലേ നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്ന വെബ്സൈറ്റ്? അതെ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അങ്ങനെ ഒരു വെബ്സൈറ്റ് തന്നെ ഇതിനായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഇലക്ഷന് വേണ്ടി മാത്രം. അതെ. അതൊരു പുതിയ ട്രെൻഡാണ്. കൗതുകം തന്നെ. എന്നൊക്കെ അതിൽ കിട്ടുക എന്നാണ് ഈ രേഖകളിലുള്ളത്? ആ വെബ്സൈറ്റിനെ കുറിച്ച് നന്നായിട്ട് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസിൽ പറയുന്നുണ്ട്. ഇത് പുതിയ കാലത്തിന്റെ ഒരു സൂചനയാണ് ശരിക്കും. ശരിയാണ്.